ടൈംസ് ന്യൂസ് ഇന്ത്യയുടെ ഇന്നത്തെ ദിവസം പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 നവംബർ 13 വെള്ളിയാഴ്ച. കൊല്ലവർഷം 1196, തുലാം 28. ഇന്ന് ലോക കാരുണ്യ ദിനമാണ്, വേൾഡ് കൈൻഡ്നസ് ഡേ. ഇന്ന് പാലക്കാട് കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തിൽ പ്രശസ്തമായ രഥോത്സവത്തിന് തുടക്കം കുറിക്കുന്നു. തുലാമാസത്തില് 28, 29, 30 തീയതികളിലായാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ നടക്കുക. ലണ്ടനിലെ ട്രഫൽഗർ സ്ക്വയറിൽ സോഷ്യലിസ്റ്റുകളുടെ നേതൃത്വത്തിൽ കലാപം നടന്നത് 1887 നവംബർ 13 ഞായറാഴ്ചയാണ്. ഇത് ആദ്യത്തെ രക്തരൂഷിത ഞായർ എന്ന് അറിയപ്പെടുന്നു. വിറ്റാമിൻ കെയും അതിന്റെ ഘടനയും കണ്ടുപിടിച്ചതിന് നൊബേൽ പുരസ്കാരം ലഭിച്ച അമേരിക്കൻ ബയോകെമിസ്റ്റ് എഡ്വേർഡ് ഡോയ്സി ഇല്ലിനോയിസിൽ ജനിച്ചത് 1893 നവംബർ 13 തീയതിയാണ്. ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭപിള്ള രചിച്ച ശബ്ദധാരാവലിയുടെ ആദ്യ സഞ്ചിക പുറത്തിറങ്ങിയത് 1917 നവംബർ 13 തീയതിയാണ്. ചലച്ചിത്ര പിന്നണി ഗായിക പി സുശീല ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ ജനിച്ചത് 1935 നവംബർ 13 തീയതിയാണ്. 5 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടുകയും 1000-ലധികം ഗാനങ്ങൾ പാടുകയും ചെയ്തിട്ടുണ്ട്. ബോളിവുഡ് ചലച്ചിത്ര രംഗത്ത് ഒരു പ്രമുഖ നടിയും ചലച്ചിത്ര നിർമ്മാതാവും TV അവതാരകയുമായ ജൂഹി ചൗള ജനിച്ചത് 1967 നവംബർ 13 തീയതിയാണ്. കുവൈറ്റ് അധിനിവേശത്തെ തുടർന്ന് സമ്പൂർണ്ണ നിരായുധീകരണവും ആയുധ പരിശോധനയും ആവശ്യപ്പെടുന്ന UN പ്രമേയം ഇറാഖ് അംഗീകരിച്ചത് 2002 നവംബർ 13 തീയതിയാണ്. പാരീസിന്റെ വിവിധ ഭാഗങ്ങളിലെ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, സ്റ്റേഡിയം, തിയേറ്റർ എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണ പരമ്പരയിൽ 150-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടത് 2015 നവംബർ 13 തീയതിയാണ്. ദീർഘകാലത്തെ വീട്ടുതടങ്കലിൽ നിന്ന് മ്യാൻമറിലെ ജനാധിപത്യ പ്രക്ഷോഭ നായിക ആങ് സാൻ സൂക്കി മോചനം ലഭിച്ചത് 2010 നവംബർ 13 തീയതിയാണ്. ഇതോടുകൂടി നവംബർ 13 ചരിത്ര വിശേഷങ്ങൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.